ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് നാൾ പെൻഡിങ്ങിലിട്ട സീരീസ് ആയിരുന്നു ഓഫ് ക്യാമ്പസ്. അപ്പൊ പലരുടെയും കമന്റ്സ് കണ്ടാണ് അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാമെന്ന് വെച്ചത്. സോ നമുക്കിന്ന് 4th എപ്പിസോഡ് കണ്ടാലോ? റെഡി അല്ലേ? ഈ വീഡിയോയ്ക്ക് ഒരു ടാർഗറ്റ് വെറും 30 ലൈക്സ് ആണ്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമന്റും അത്രത്തോളം വാല്യുബിളും ആണ്. എന്നാൽ നമുക്ക് കഥയിലോട്ട് പോയാലോ? ഈ എപ്പിസോഡിന്റെ പേര് തന്നെ ദ ബ്രേക്കപ്പ് എന്നാണ്. അപ്പൊ എന്താ നടക്കണേന്ന് നമുക്ക് കണ്ടറിയാം. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹന്ന മോള് ഗ്യാരി അണ്ണനോട് പറയുകയാണ്, എനിക്കൊന്ന് ഓർഗാസം ചെയ്യണം ഒരു പയ്യന്റെ കൂടെ എന്ന്. അപ്പൊ ഗ്യാരി അണ്ണൻ കുറച്ച് കമ്പനി ആയതുകൊണ്ട് ഗ്യാരി അണ്ണന്റെ കൂടെ ചെയ്യാമെന്നാണ് ഇവള് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഹൈസ്കൂളിൽ വെച്ച് ഇവള് ഡ്രിങ്ക്സ് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു പയ്യൻ ഇവളെ റേപ്പ് ചെയ്തായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇവളിപ്പോൾ പാർട്ടികളിലൊന്നും പോയി കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാത്തതെന്ന് പറയുന്നു. അപ്പം ജസ്റ്റിൻ എന്ന് പറഞ്ഞ പയ്യനോട് നമ്മുടെ ഹന്ന മോൾക്ക് ഭയങ്കര ക്രഷാണ്. അപ്പം ജസ്റ്റിൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അവൻ്റെ ഇപ്പോൾ ഹുക്കപ്പ് ചെയ്യാൻ എന്നുള്ള ഡൗട്ടുണ്ട്. കാരണം ഈ റേപ്പ് ചെയ്തതിനിപ്പം ഇവൾക്ക് അത് ശരിയാകുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. അപ്പം ഗ്യാരി അണ്ണനോടൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് നമ്മുടെ അന്നമോട് പറയണത്. ഗ്യാരി അണ്ണൻ ചോദിക്കുന്നു, അപ്പം ആലിക്ക് പോലും അറിയില്ലെന്ന് ചോദിക്കുന്നു. കാരണം റേപ്പ് ചെയ്താൽ ഇല്ല, നിനക്ക് മാത്രം ഇപ്പം അറിയാമോളൂ എന്ന് പറയുന്നു നമ്മുടെ ഹന്നമോള്. എന്നിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഗ്യാരി അണ്ണൻ പറയുന്നു, ശരിയാ ചെയ്തേക്കാം എന്ന് പറയുന്നു. ഹന്നമോൾ ഇങ്ങനെയും പറയണ്ടേ, നീ കുറേ പെണ്ണുങ്ങളായിട്ട് നടക്കണേയാലോ എന്നൊക്കെ. പക്ഷെ ഗ്യാരി അണ്ണന് ഹന്നമോളുടെ ഒരു ക്രഷ് ഉണ്ടല്ലോ. അപ്പം ഹാരി അണ്ണൻ കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും ഞാൻ റെഡിയാക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇപ്പം വേണമെന്ന് ചോദിക്കുന്നു ഗ്യാരി അണ്ണൻ. അപ്പോൾ പറയുന്നത്, എനിക്ക് ക്ലാസ് ഉണ്ട്, ഇന്ന് നൈറ്റ് പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഗ്യാരി അണ്ണൻ പറയുന്നു, ഓക്കെ ഇന്ന് നൈറ്റ് എന്ന്. അപ്പം ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ. എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹന്നമോള് എന്താ മ്യൂസിക്കായിട്ട് ആ മ്യൂസിക് സാറിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ പുള്ളി പറയുന്നു, ഇതുപോലെയല്ല നിന്റെ ഉള്ളിൽ വരുന്ന ഗാനം ഉണ്ടല്ലോ, എന്നുവെച്ചാൽ സോങ്, അങ്ങനെ ഒരു കിഡിലൻ സോങ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയുന്നു. അങ്ങനെ ഹന്നമോളെ കുറച്ച് മോട്ടിവേറ്റ് ഒക്കെ ചെയ്താണ് ആ സാറ് പോണത്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ പേര് ദ ബ്രേക്കപ്പ് എന്നാലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ട് ഒരു പയ്യൻ, അവനോട് ബ്രേക്കപ്പ് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നു, ഇത് നിനക്ക് എപ്പോഴും ഉള്ളതാ, 36 മണിക്കൂറിനുള്ളിൽ നീ പിന്നെ വരും എന്നൊക്കെ പറയുന്നു. പക്ഷെ ആലി പറയുന്നു, ഈ വട്ടം അങ്ങനെയല്ല, ഞാൻ ശരിക്കും ബ്രേക്കപ്പാണ്. എന്നുവെച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് ദിശയെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഒരു ബ്രേക്കപ്പ് പ്രോപ്പറായിട്ട്. പക്ഷേ ബോയ് ഫ്രണ്ടിന്റെ വിചാരം അവൾ ഇനിയും തിരിച്ചു വരുമെന്നാണ്. എന്നിട്ട് ജിമ്മിൽ വെച്ച് നമ്മുടെ ഗ്യാരി അണ്ണൻ കുറച്ച് ഷോക്കായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഡീൻ അണ്ണൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പ്ലേ ബോയ് ആണ്. ആലിയായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒന്ന് കെമിസ്ട്രി വർക്കൗട്ട് ആയി വരണ്ടായിരുന്നല്ലോ. ആ മനുഷ്യൻ സംസാരിക്കുക. ഡീൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കിഡിലൻ ക്യാരക്ടറാണ്. കാരണം ഗ്യാരി അണ്ണൻ എല്ലാം ഓപ്പണായിട്ട് പറയുകയാണ്. മറ്റേ ഇവനിങ്ങനത്തെ ഡൗട്ടുണ്ട്, ഒരു കൊച്ചിങ്ങനെ ചോദിച്ചു, ഹന്നാന്നൊന്നും കറക്റ്റ് പറയാനുള്ള. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ പറയുന്നു, ഫോർ പ്ലേയിൽ നീ ഫോക്കസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഡീൻ അണ്ണൻ. ഓക്കോടാക്കാണ്ടിരിക്കാനും നോക്കുന്നുണ്ട്. ഡീൻ ഒരു കിഡിലൻ പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹന്ന മോള് ജസ്റ്റിനെ പോയി കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിൻ ഇന്ന് പാട്ട് എഴുതാൻ വരുമെന്ന് വയ്ക്കുമ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഹന്ന മോള് പയ്യെ മുങ്ങുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ ഹന്നമോള് ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ചെല്ലുവാണ്. അങ്ങനെ ഗ്യാരി അണ്ണൻ മേളിലോട്ട് വരാൻ പറയുന്നു. അവിടെ വെച്ച് ഗ്യാരി അണ്ണൻ അവൾക്കൊരു ബനിയൻ കൊടുക്കുകയാണ്. വേണി കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടോ, ഇങ്ങനത്തെ സാധനം ഒന്നും ഇട്ടുകൊണ്ട് നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹന്നമോള് പരിപാടി തുടങ്ങാമെന്നൊക്കെ പറയുന്നു. പക്ഷെ ഗ്യാരി അണ്ണൻ പറയുന്ന ഒരു പാട്ടൊക്കെ കേട്ടൊന്ന് ചില്ലായിട്ട് പോരുന്നു വയ്ക്കുന്നു. എന്നിട്ടൊരു പാട്ടൊക്കെ വെച്ച് ഇവർ ഡാൻസ് ഒക്കെ കളിക്കുവാണ്. അങ്ങനെ അവർ ആ ഡാൻസിൻ്റെ ഇടയ്ക്ക് പയ്യെ കിസ്സിങ് ഒക്കെ തുടങ്ങുകയാണ്. അങ്ങനെ കിസ് കൂടി ബെഡിലോട്ട് കിടന്ന് പിന്നെ അവിടെ കിടന്ന് കിസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹന്നയ്ക്ക് കിസ്സിൻ്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഗ്യാരി അണ്ണൻ പറയുന്നു, നിർത്തണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹന്നമോളെ നിർത്തലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗ്യാരി അണ്ണൻ അറിയാൻ എന്തോ വിഷയമുണ്ടെന്ന്. അപ്പം ഗ്യാരി അണ്ണൻ പയ്യെ മതി നിർത്താമെന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ ഹന്നമോള് പറയുവാണ്, ഇതാ എപ്പോഴും കുഴപ്പം, എനിക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ സോൺ ഔട്ടായി പോകണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഗ്യാരി അണ്ണൻ പറയുന്നു, നിനക്കിത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറൊരു സാധനം ട്രൈ ചെയ്യാം, നീ മാസ്റ്റർ ബേറ്റ് ചെയ്യാറുണ്ടല്ലോ, അത് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, അത് ഞാൻ എപ്പോഴും ചെയ്യാറില്ല എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അത് കാണിക്കാൻ പറയുന്നു നമ്മുടെ ഗ്യാരി അണ്ണൻ. എന്നിട്ട് രണ്ടുപേരും കൂടെ ഡ്രസ്സ് ഊരിയിട്ട് അപ്പുറം നിൽക്കുകയാണ്. അങ്ങനെ ഹന്നമോളും ഊരി കളയുന്നു ഡ്രസ്സ് മൊത്തം ഗ്യാരി അണ്ണനും. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫായിട്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യുകയാണ്. അത് ചെയ്യുമ്പോൾ ഹന്നമോൾക്ക് കുറച്ചധികം സുഖം കിട്ടുന്നുണ്ട്. ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അവൾക്ക് ഇത്രയും നാൾ കിട്ടാത്തൊരു ഫീൽ. അങ്ങനെ അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് താഴെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ചില്ലായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അവർ രണ്ടുപേരും നന്നായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് ഈ വട്ടം. എന്നിട്ട് അവർ രണ്ടുപേരും പിരിയുവാണ്. എല്ലാം നന്ദി എന്ന് പറഞ്ഞ് നമ്മുടെ ഹന്നമോള് തിരിച്ച് റൂമിലോട്ട് പോവാണ്. എന്നിട്ട് ഹന്നമോള് നമ്മുടെ ആലിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ആലി ചോദിക്കുന്നു, ഇത് ഫ്രണ്ട്ഷിപ്പിന് വീടാക്കില്ലെന്ന് ചോദിക്കുന്നു. വീടൊന്നുമില്ല, ഞങ്ങളൊരു പ്ലാൻ ഇട്ടതല്ലേ, അപ്പം അതുപോലെ അങ്ങ് ചെയ്തെന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഹന്നമോൾ പറയുന്നുണ്ട്, കാരണം ഒന്നും സംസാരിക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ ഫുള്ള് ഗ്യാരിയുടെ ഫോണിലോട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ. നമ്മുടെ ഗ്യാരി അണ്ണൻ പറയുന്നത് നല്ല വീടായിരുന്നു എന്ന് പറയണത്. നമ്മുടെ ലോകൻ എന്ന് പറഞ്ഞ മച്ചാനുണ്ട് കൂട്ടുകാരൻ, അവന് നൈസാണ്. അപ്പോൾ ഇവർ
നടന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അവരങ്ങനെ ഒരു വൈബിൽ അങ്ങ് പോവാണ്. എന്നിട്ട് ഗ്യാരി അണ്ണൻ ഡീനിനോടും ലോഗനോടും പറയുന്നുണ്ട് എൻ്റെ ഫീലിങ്സ് ഹന്നനോട് പറഞ്ഞാലോ എന്നൊക്കെ. എന്നിട്ട് ഡ്രങ്ക് ഷേക്സ്പിയറോ അങ്ങനെ എന്തോ പരിപാടിക്ക് പോകണ്ടെന്ന് പറയുന്നുണ്ട് ഇവരൊക്കെ കൂടി. നമ്മുടെ ലോഗനും എന്തോ ക്രഷ് ഉണ്ട് ഹന്നനോട്. അപ്പം ലോഗന് ചെറിയ പോസസീവ് ഒക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ ഗ്യാരി അണ്ണൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഇങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു ഷോ കാണാൻ വന്നേക്കുവാണ്. അപ്പം ഗ്യാരി അണ്ണൻ നമ്മുടെ ഹന്നമോളെ കാണുന്നുണ്ട്, പക്ഷേ ഹന്നമോള് കണ്ടില്ല. അപ്പോഴേക്കും ജസ്റ്റിൻ വന്ന് ഹന്നനോട് മിണ്ടുവാണ്. അപ്പം ഗ്യാരി അണ്ണൻ വരുന്നുണ്ട്, പക്ഷേ സംസാരിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റിൻ്റെ ഒപ്പം ഹന്നമോള് പോയിരിക്കുകയാണ്. അപ്പം ഗ്യാരി അണ്ണൻ നല്ല പോസസീവ് അടിക്കുന്നുണ്ട്. ഗ്യാരി അണ്ണന് ശരിക്കും പറഞ്ഞാൽ നല്ല ഫീലിങ്സ് ഉണ്ട് ഹന്നനോട്. പിന്നെ ആ പരിപാടിയുടെ ഇടയ്ക്ക് വെച്ച് കപ്പിൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഹന്നനെയും ജസ്റ്റിനെയും കൂടെ സ്റ്റേജിലോട്ട് വിളിക്കുന്നു. അതേപോലെ ഗ്യാരറ്റിനെയും വേറൊരു പെണ്ണിനെയും കൂടെ മറ്റേ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തുന്നു. അപ്പം എന്നിട്ട് അങ്ങനെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ജസ്റ്റിനാണ് ഹന്നയ്ക്ക് ഇഷ്ടം, ഒരു സ്ക്രിപ്റ്റാണത്. ജസ്റ്റിനാണ് ഹന്നയ്ക്ക് ഇഷ്ടം, പക്ഷേ അച്ഛൻ നിർബന്ധിക്കുന്നത് ഗ്യാരറ്റിനെ കെട്ടാൻ പറഞ്ഞാണ്. അപ്പം ആരെ കെട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പം ഹന്ന പറയുന്നു എനിക്ക് മറ്റേ അച്ഛനെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഇഷ്ടം ജസ്റ്റിനാണെന്നും കൂടെ പറയുന്നു. മൊത്തത്തിലാണെങ്കിൽ നമ്മുടെ ഗ്യാരി അണ്ണൻ ലവ് കൺഫ്യൂസ് ചെയ്യാനും കൂടെയാണ് ഇന്ന് വന്നത്. ഇതുകൂടെ കണ്ടപ്പോൾ പൂർത്തിയായി. മറ്റേ പെണ്ണിൻ്റെ പേരാണ് കെൻഡൽ എന്നാണ്. ഇവളാണ് ഫസ്റ്റ് എപ്പിസോഡിൽ ഗ്യാരിയുടെ ഒപ്പം കിടന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഗ്യാരി എനിക്കിപ്പോൾ ഹോക്കിയിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന പെണ്ണ്. അപ്പോൾ കെൻഡൽ പറയേണ്ടത് നിനക്ക് ഹന്നനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം, കാരണം ഞാൻ നിന്നെ നോക്കിയ പോലെയാണ് നീ അവളെ നോക്കണേന്ന്. അപ്പോൾ ഗ്യാരി അണ്ണന് അത് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. കാരണം നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് നമ്മളോട് അതേ ടൈപ്പ് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ തോന്നുന്ന ഫീല് അത് ലൈഫിൽ ഒരു വട്ടമെങ്കിലും റിയലായിട്ട് ഫീൽ ചെയ്താലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗ്യാരിക്ക് അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കെൻഡലിനോട് സോറി പറയുന്നുണ്ട്. അടുത്ത സ്റ്റേജിലെ പരിപാടി നമ്മുടെ ആലിയുടെ ആയിരുന്നു. ആലി ശരിക്കും ബ്രേക്കപ്പ് ആയെങ്കിലും അങ്ങ് മൂവ് ഓൺ ആയിട്ടില്ല. 2 ദിവസമായാലും ആയിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് മൂവ് ഓൺ ആവാനായിട്ട്. പക്ഷേ അവൾക്ക് മറ്റേ ഷോണിൻ്റെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷോണാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട്. പുള്ളിക്കാരി സ്റ്റേജിൽ കയറി നിന്ന് കുറേ കൊണകൊണയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവൾ ആ പറയുന്നതൊക്കെ ഷോണിനെ വിചാരിച്ചുകൊണ്ടാണ്. പിന്നെയും സ്റ്റേജിൽ ഗ്യാരറ്റിൻ്റെയും ഹന്നയുടെയും മറ്റേ ജസ്റ്റിനും അതേപോലെ നമ്മുടെ കെൻഡൽ എന്ന് പറഞ്ഞ പെൺകൊച്ചുള്ള പരിപാടി തിരിച്ചു വരുവാണ്. അപ്പോൾ എന്തോ ഡാൻസ് കളിക്കാൻ ആരെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജസ്റ്റിൻ വേണോ ഗ്യാരറ്റ് വേണമെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ഗ്യാരറ്റ് അണ്ണൻ്റെ പേരാണ് പറയുന്നത്. അപ്പോൾ ഗ്യാരറ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര രസമുള്ള സീനാണ്. അത് കാണുമ്പോൾ ജസ്റ്റിനെ ചെറിയൊരു ഇതടിക്കുന്നുണ്ട്, കാരണം ഗ്യാരറ്റിന് അത്ര ഗ്രൗണ്ട് സപ്പോർട്ടാലോ. അങ്ങനെ ഗ്യാരറ്റ് ഒരു ഡാൻസ് കളിച്ച് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഹന്നമോളും ചിരി പയ്യെ മറിയുണ്ട്. എന്നുവെച്ചാൽ അവൾക്ക് എന്തോ ചെറിയ ഫീലിങ്സ് ഉള്ള പോലെ. ശരിക്കും പറഞ്ഞാൽ ഫീലിങ്സ് ഇല്ല എന്നൊക്കെയാലോ ഹന്ന കാണിക്കുന്നത്. അങ്ങനെ പരിപാടി കഴിയാറാകുമ്പോൾ നമ്മുടെ ഹന്നമോൾ വന്നിട്ട് ഗ്യാരിനോട് പറയാണ് പരിപാടി നൈസായിരുന്നു, നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു പറയുന്നു. എന്നിട്ട് പറയുന്നു ജസ്റ്റിൻ എന്നെ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഗ്യാരി അണ്ണൻ പറയുന്നു ഓ നൈസ്, നിനക്കപ്പോൾ ഇഷ്ടപ്പെട്ട പോലെ കിട്ടിയില്ലെന്ന് പറയുന്നു. അപ്പോൾ ഹന്നമോൾ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ഡീല് കഴിഞ്ഞൂലേ, നിനക്ക് ഗ്രേഡ് കിട്ടുന്നതും എനിക്ക് ചെക്കൻ കിട്ടുന്നതായിരുന്നല്ലോ ഡീല്, അപ്പോൾ അത് തീർന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗ്യാരി അണ്ണൻ ശരി അത് തീർന്നു എന്ന് പറയുന്നു. ഹന്നയ്ക്കും ചെറിയ ഫീലിങ്സ് ഉള്ളപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. ഗ്യാരി അണ്ണന് പിന്നെ ഓൾറെഡി ഫീലിങ്സ് ഉണ്ടല്ലോ. ഫീലിങ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സീൻ കൂടെ ഉണ്ട്. കാരണം ഹന്ന കുറച്ച് നീങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്യാരി അണ്ണനും കാണില്ല, ഗ്യാരി അണ്ണൻ നോക്കുമ്പോൾ ഹന്ന നടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ രണ്ടുപേരുടെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഇല്ല എന്നാണ് ഇപ്പം രണ്ടുപേരുടെ മനസ്സിലുള്ളത്. ഇപ്പം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗ്യാരി അണ്ണൻ നേരെ ഹോക്കി കോർട്ടിലോട്ട് പോകണയാണ്. അവിടെ നമ്മുടെ ലോഗൻ അണ്ണൻ മരിച്ചിടന്ന് പ്രാക്ടീസ് ചെയ്യാണ്. കാരണം നന്നായിട്ട് എന്തോ കളിച്ചില്ലെങ്കിൽ ലോഗൻ എന്തോ പണി കിട്ടുമെന്ന് അറിയാം. അപ്പം ലോഗൻ നന്നായിട്ട് ഇടന്ന് പണിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗ്യാരി അണ്ണൻ പറയുകയാണ് ഹന്ന ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരിക്കും, നമുക്ക് ബ്രൂയിൻസ് അങ്ങനത്തെ കുറച്ച് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, അപ്പം അതിലോട്ട് ഫോക്കസ് ചെയ്യാം, ചുമ്മാ ഹന്നയെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ലോകനോട് പറയുന്നുണ്ട്. അപ്പോൾ ലോകം പറയുന്നുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ കൊതിച്ചത് കിട്ടണമെന്നില്ലല്ലോ എന്നൊക്കെ. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആലി ബ്രേക്കപ്പ് ആയെങ്കിലും അവൾക്ക് തീരെ പറ്റണില്ല. അവൾ വിളിക്കരുതെന്നൊക്കെ ഓർത്തിട്ടും അവസാനം ഷോണിനെ വിളിക്കരുതെന്ന് ഓർത്തിട്ടും ഷോണിനെ വിളിച്ചു പോവുകയാണ് അവസാനം ആലി. എന്നിട്ട് നമ്മുടെ ജസ്റ്റിനും ഹന്നമോളും കൂടെ സംസാരിക്കുകയാണ്. പക്ഷേ ഹന്നമോൾക്ക് ഗ്യാരി അണ്ണൻ്റെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വൈബ് ജസ്റ്റിനിൽ കിട്ടണില്ല. അങ്ങനെ ഹന്ന വീട്ടിൽ വരുമ്പോൾ ഗ്യാരി അണ്ണൻ വീട്ടിലില്ല. ഗ്യാരി അണ്ണൻ മറ്റേ ഐസ് ബോളിൻ്റെ മറ്റേ ഹോക്കി കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ ഹന്നമോളാണെങ്കിൽ ഹോക്കി കോർട്ടിൻ്റെ ടോപ്പിൽ വന്നിരുന്ന് പാട്ട് പാടുകയാണ് അവിടുത്തെ ഒരു മൈക്കിൽ. അപ്പോൾ ഗ്യാരി അണ്ണൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാരി അണ്ണൻ കളിയൊക്കെ നിർത്തി പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാട്ടിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി നിനക്കെന്നെ വേണ്ട, അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടൊരു സാധനമാണ് പാടുന്നത് നമ്മുടെ ഹന്നമോൾ. ഇങ്ങനെ ഗ്യാരി അണ്ണൻ കളിയൊക്കെ നിർത്തി ഓടുവാണ് പാട്ട് പാടുന്ന അടുത്തായിട്ട്, എന്ന് പറഞ്ഞാൽ ഹന്നയുടെ അടുത്തായിട്ട് എത്താൻ വേണ്ടി. ഇങ്ങനെ അവർ നേരി കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് ചെല്ലാം. ഒരു കെട്ടിപ്പിടുത്തം നടക്കുമായിരിക്കും മിക്കവാറും, അത് കാണിക്കാനുള്ള. ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ശ്വാസം വിട്ട് നിൽക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അങ്ങനെയാണ് ഈ എപ്പിസോഡ് കഴിയണത്. കിഡിലിൻ്റെ എപ്പിസോഡല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ അവരുടെ കുറേ ഫീലിങ്സ് ഡെവലപ്പ് ആവണേ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ജസ്റ്റ് മിക്കവാറും മൂഞ്ചാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്ത് നടക്കുമെന്ന് നോക്കാം.
അപ്പോൾ വീഡിയോ മിസ്സാവാതിരിക്കാൻ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തു വെച്ചോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം.